ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് വൻ ലഹരിവേട്ട. 2500 കിലോ ലഹരി വസ്തുക്കൾ നാവികസേനയുടെ മറൈൻ കമാൻഡോകൾ പിടിച്ചെടുത്തു. 2386 കിലോ ഹഷിഷ് ഓയിൽ, 121 കിലോ ഹെറോയിൻ എന്നിവയാണ് പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്ത്, ഏത് സംസ്ഥാനത്തിന്റെ തീരമേഖലയോട് ചേർന്നിട്ടാണ് ഈ ലഹരിവേട്ട ഉണ്ടായിട്ടുള്ളത്? ഇതെവിടേക്ക് കൊണ്ടുവന്നതാണ്? ആരാണ് ഇതിന് പിന്നിലെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് ഇത് സംബന്ധിച്ച് നേവി കമാൻഡോകൾ നടത്തിയ ഓപ്പറേഷനിലാണ് ഒരു ചെറു ബോട്ടിൽ നിന്നാണ് ഇത്രത്തോളം മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തത്. അറസ്റ്റിലായ അവരുടെ ഐഡന്റിറ്റി, അതായത് ഏത് രാജ്യക്കാരാണ് എന്നുള്ളത് നേവി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച വാർത്തയും പുറത്തുവിട്ടത് ഇന്ത്യൻ നേവി തന്നെയാണ്. കമാൻഡോകൾ ഓപ്പറേഷൻ നടത്തുന്നതിന്റെ വീഡിയോവും പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ട എന്നുള്ളതാണ് ഇതിനെ നമുക്ക് കാണേണ്ടത്. അത് ബോംബെ തീരത്തേക്ക് ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൽക്കത്ത പോലെയുള്ള നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് എത്തിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് സംശയിക്കുന്നതാണ് നേവി പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നേവി ഉടൻ പുറത്തുവിടുമെന്ന് നേവി PRO വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട പിടിച്ചെടുക്കുന്നത് ഈ അടുത്ത കാലത്ത് ആദ്യമായി എന്ന് വേണം നമുക്ക് പറയാം. മിന്നൽ, ഓക്കെ, വ്യക്തമാണ്. അടുത്ത കാലത്ത് പിടികൂടിയതിൽ വലിയ ലഹരി വേട്ടയാണ്. ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന വലിയ വിഭാഗം ഹാഷിഷ് ഓയിലും ഹെറോയിനുമാണ് ഇപ്പോൾ മറൈൻ കമാൻഡോകളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് പിടികൂടിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.